ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ അപ്പൂൻ്റെ തേനീച്ച എല്ലാം ഇളകി കിടക്കുന്നതാണ്. രാവിലെ ഏറ്റവും വലിയ ഇതാണ് കാണുന്നത്. അപ്പൂ കണ്ടില്ലാന്ന് തോന്നുന്നു. അപ്പൂവിൻ്റെ പഠന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പൂ പതുക്കെ ഇറങ്ങുന്നുള്ളൂ. പിന്നെ മുയലിനെല്ലാം തിന്നാനൊക്കെ കൊടുത്ത്, കുറേ മുയലുണ്ട്, എല്ലാം അപ്പൂൻ്റെയാണേ. മുയലിനെല്ലാം തിന്നാൻ കൊടുത്തു, കോഴിക്ക് തിന്നാൻ കൊടുത്തു. ഈ കോഴിയുടെ മുട്ടയൊക്കെ എടുക്കണം. കോഴീനെല്ലാം വലയടിച്ച് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടേക്കുക. കോഴിക്കൂടിൻ്റെ അടിയിലോട്ടും കോഴിക്കൂട് പൊക്കി വെച്ചിട്ട് കോഴിക്കൂടിൻ്റെ അടിയിലും വലയടിച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ നമുക്ക് പൊക്കത്തിൽ നിന്ന് എടുക്കാം. പൊക്കത്തിൽ കയറിയാണ് കോഴി മുട്ടയൊക്കെ ഇടുന്നത്. അപ്പോൾ അതുപോലെ വെഞ്ചേട്ടൻ ഇതെല്ലാം സെറ്റാക്കി തന്നാൽ വെഞ്ചേട്ടനും അപ്പും കൂടി ഇതെല്ലാം ചെയ്ത് കൂട്ടി വെക്കുന്നേ. എന്നിട്ട് ആ പൊക്കത്തിലെ വാതിൽ തുറന്ന് നമുക്ക് മുട്ട എടുക്കാം. ഇന്നിപ്പോൾ 2 മുട്ടയുണ്ട്. ഞാൻ കണ്ടായിരുന്നു 2 മുട്ട. 3 കോഴിയുള്ളൂ ഇപ്പം നിലവിൽ. ബാക്കി കോഴി ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്മൾ കോഴിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുവേ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇവിടെ പൊടി ഇട്ട് കൊടുത്തേക്ക്. അപ്പോൾ കോഴിക്ക് ഇഷ്ടപ്പെടില്ല. കോഴി കയറുന്ന നോക്കുന്നത് കണ്ടോ. കോഴിക്ക് ഇഷ്ടമില്ല. നമ്മൾ മുട്ട എടുക്കുമ്പോഴത്തേനും ഭയങ്കര ബഹളം ഉണ്ടാക്കും നിങ്ങൾ. പിന്നെ കറി വെക്കണം. ഇനി നമ്മുടെ തന്നെ വാഴക്കൊലയാണേ, സുന്ദരി വാഴ. അത് വെട്ടി രാവിലെ വെഞ്ചേട്ടൻ അവിടെ തൂക്കി ഇട്ടേക്കുന്നത്. അത് പഴവും നല്ലതാണ്, പച്ചയും നല്ലതാണ്. പഴം എന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. സുന്ദരി വാഴ എന്നൊക്കെ ഇവിടെ പറയുന്നത്. ഷുഗർ വാഴ എന്നൊക്കെ പറയും. പക്ഷേ ഇതിന് അങ്ങൊരു എന്നാ പറയുക, ഒരു കടുപ്പമൊന്നുമില്ല ഇതിൻ്റെ പഴത്തിനാണേലും. ഇതിൻ്റെ ആ കറി വെച്ചാലും ഒരു ബലമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് വെള്ളം ഒഴിക്കാതെയൊക്കെ വേണം വേവിക്കാനൊക്കെ. പക്ഷേ നല്ലതാണ്. എന്നാലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സാധാരണ ഇതൊക്കെ പോലെയൊക്കെ കാണിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി കുറുക്ക് പോലെ ഇരിക്കും കേട്ടോ. എന്നാലും എല്ലാവർക്കും കഴിക്കാനൊക്കെ നല്ലതായതുകൊണ്ടും ഒക്കെ കൂടുതലും ഇത് കറി വയ്ക്കുകയോ ചെയ്യുന്നത്. പഴമാണേലും ഒരു സ്മെല്ലുണ്ട് ഇതിന്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കേടാകുകയും ചെയ്യുവേ. പിന്നെ ഇതിന് ആവശ്യമുള്ളത് പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഉപ്പ്, ഒരു കുഞ്ഞു കഷ്ണം സവാള, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങായും കരിവേപ്പിലയും വേണം. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ചെറു തീയിലിട്ട് ഈ ചട്ടിക്കകത്തിട്ട് വേവിക്കുക. എണ്ണ ചേർക്കുന്നില്ല നമ്മളിങ്ങനെ. ഞാനൊരു 2 കറിയൊക്കെ എണ്ണ ചേർത്ത് വെച്ചാൽ പിന്നെ ബാക്കി കറികൾക്കൊന്നും എണ്ണ ചേർക്കത്തില്ലേ. എന്നാന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കറികൾ കൂടുതൽ കൊടുക്കും. മറ്റേ എണ്ണ ചേർത്ത കറിയൊക്കെ കുറച്ചേ കഴിപ്പിക്കത്തുള്ളൂ. അവർക്ക് എണ്ണ ചേർത്തൊക്കെ ഇഷ്ടം. എന്നാലും നമുക്ക് പേടിയാണ് കൊടുക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് കൂടുതലും ഞാൻ ഇങ്ങനത്തെ ഉണ്ടാകുന്നത്. പിന്നെ ഇങ്ങനത്തെ തവി കൊണ്ട് വേണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇളക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ അടിഞ്ഞങ്ങോട്ട് പോയി തവി തുമ്പൊക്കെ വളഞ്ഞിരിക്കുന്ന തവിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ചട്ടുകം പോലത്തെ തവി കൊണ്ടൊക്കെ ഇളക്കുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടും നമുക്ക്. പിന്നെ മൂടി വെച്ച് വേവിച്ചാൽ മതിയേ. പിന്നെ നല്ലപോലെ ആവി കയറി വരുമ്പോൾ ഇച്ചിരി ജീരകം പൊടിച്ചിടുന്നു അതിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു അവിയലിൻ്റെയൊക്കെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വെഞ്ചാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചൊക്കെ ഉണ്ടാക്കാറ്. അതുകൊണ്ട് പിന്നെ എന്നും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ വാഴയ്ക്ക വെഞ്ചാന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. ചുമ്മാ തിന്നുവേ. എന്തോ പ്രത്യേക ടേസ്റ്റാന്നൊക്കെയാണ് പറയുന്നത്. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ കറിയൊക്കെ വെക്കാൻ തന്നെ തുടങ്ങുന്നത്. ആകെ മൊത്തം ചിക്കൻ വെക്കാൻ മാത്രമേ അറിയാമുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി ഓരോന്ന് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. പിന്നെ ജലദോഷം ഇവിടെ എപ്പോഴും രാവിലെ എല്ലാം ഉച്ചയൊക്കെ ആയില്ലേ. അതുകൊണ്ട് ഭയങ്കര ജലദോഷമൊക്കെ എല്ലാവർക്കും. അപ്പോൾ ഇത്രയും സംഭവമാകുമ്പോഴത്തേനും കറി റെഡിയായി. പിന്നെ ഇപ്പം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ. ഇനിയിപ്പം നമ്മൾ അടിക്ക് പിടിച്ചെന്നൊക്കെ അങ്ങ് തോന്നും, ഇടയ്ക്കങ്ങ് ഗ്യാസ് കൂടിപ്പോയി അങ്ങനെ തോന്നുവാണെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് മൂടി വെച്ചേക്കണം. അപ്പോൾ ഈ ആവി കൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം കൊണ്ട് പിന്നെ നമ്മളിന്ന് ഗ്യാസ് ഓണാക്കി ചെയ്താൽ മതിയേ. പിന്നെ രാവിലെ അപ്പു പറിച്ചു വന്നാൽ വെണ്ടയ്ക്ക. അപ്പവും നന്ദുക്കുട്ടനും കൂടിയാണ് പറിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവന് ഇന്നത്തെ കറി വെക്കണമെന്ന് നിർബന്ധം. കുറച്ച് കറി ഇരിപ്പുണ്ട് പറയുവാണെങ്കിൽ. അത് വെണ്ടയ്ക്കയാണെങ്കിലും 4ആയിട്ട് കീറി വെച്ച് ഇതുപോലെ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ കുരുമുളകാണ് അതിൻ്റെ മെയിനായിട്ട് ചേർക്കേണ്ടത്. ഇന്ന് മസാല ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് സവാള, 2-3 പച്ചമുളക്, കരിവേപ്പില. അതിന് ഇച്ചിരി എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചേർത്ത് കടുകും പൊട്ടിച്ച് വെച്ച് ഇച്ചിരി ഉഴുന്നും കൂടെ ചേർക്കുവേ. ഞാൻ ഈ ഉഴുന്നും അരിയൊക്കെ ഇട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉഴുന്നും അരിയൊക്കെ കഴുകി ഉണക്കി വെക്കും ഇങ്ങനെ ഈ എണ്ണയ്ക്കകത്ത് ഇടാനുള്ളത്. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്നോ, ഈ നമ്മൾ അരി കഴുകുമ്പോൾ തന്നെ എന്തോരം കാടിയുമൊക്കെ അത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് അത് ഫ്രഷായിട്ട് അങ്ങ് ഉപയോഗിക്കുമല്ലേ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിൽ ഒരു കുഞ്ഞു ഗ്ലാസിൻ്റെ അകത്തൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി ഉണക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടെ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി അത് ഇട്ടിട്ടില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ വാങ്ങാറാകുമ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും 2 കരിവേപ്പിലത്തണ്ട് കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി. അത്രേ ഉള്ളൂ. ഈസിയാണ് കറികളെല്ലാം. എല്ലാ കറികളും എനിക്ക് അടുക്കളപ്പണി ഭയങ്കര ഇഷ്ടമാണ്. ഈ ചോറും കറികളൊക്കെ വെക്കാൻ, പായസം ഉണ്ടാക്കാൻ, അങ്ങനത്തെ ഓരോ ഗിൽറ്റ് പണികളുണ്ടല്ലോ. ഈ കപ്പ കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ, കപ്പ പപ്പടം ഉണ്ടാക്കുക, അങ്ങനെ ഈ ഓരോ പരിപാടികൾ നമ്മളെങ്ങനെ നേരം പോകാമെന്നാണ് നമ്മുടെ ഓരോ
അതിനകത്ത് നമുക്കങ്ങനെ പുറത്തോട്ടൊന്നും നമ്മളങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ലേ. ഈ വീടിൻ്റെ അകത്ത് തന്നെയുള്ള ഇരിപ്പുകളാണ്. അപ്പം നമ്മൾ കൂടുതൽ ബോറടിക്കും, ഓരോരോ വിചാരങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ തോന്നും. അപ്പോൾ ഫ്രീ ആകാതിരിക്കാനുള്ള സമയങ്ങളാണ് കൂടുതലും നോക്കുന്നത്. അപ്പം അരി ഉണങ്ങി വയ്ക്കുക, പയർ ഉണങ്ങി വയ്ക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജോലികൾ. പിന്നെ മെറ്റേക്കൂട്ട് അടുപ്പായതുകൊണ്ട് അടുപ്പേ വെച്ച് മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവേ. മറ്റേ പുകയില്ലാത്ത അടുപ്പാകുമ്പോൾ അതിൻ്റെ ബർണർ എപ്പോഴും ചൂടായിട്ടിരിക്കുവേ. അപ്പോൾ ഇത് റെഡിയായി. ഇത്ര ഉള്ളേ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. ബൈ.